അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടവർ, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഇഷ്ടങ്ങൾ, അള്ളാഹുവിൻ്റെ ഇഷ്ടം ലഭിക്കുന്ന കാര്യങ്ങൾ, അതൊക്കെയാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. അൽഹംദുലില്ലാഹ്. അള്ളാഹുവിൻ്റെ സ്നേഹം അവരുടെ മേൽ നിർബന്ധമായി എന്ന് പറഞ്ഞ മറ്റൊരു വിഭാഗം എന്ന് പറയുന്നത് അള്ളാഹുവിന് വേണ്ടി പരസ്പരം സ്നേഹിക്കുന്നവരാണ്. അള്ളാഹുവിന് വേണ്ടി ഒരുമിച്ച് കൂടുന്നവർ ഇന്നലെ നമ്മൾ പറഞ്ഞു അല്ലേ. അതേപോലെ അള്ളാഹുവിന് വേണ്ടി പരസ്പരം സ്നേഹിക്കുന്നവർ. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാകുമ്പോൾ അതിലെല്ലാം നമ്മൾക്ക് പ്രതിഫലം എന്ന് പറഞ്ഞല്ലേ. അതുപോലെ തന്നെയാണ് അള്ളാഹുവിന് വേണ്ടി പരസ്പരം സ്നേഹിക്കാൻ കഴിയുക എന്ന് പറയുന്നത്. അങ്ങനെ ആവുമ്പോൾ അവിടെ റബ്ബിൻ്റെ മഹബത്ത്, റബ്ബിൻ്റെ ഇഷ്ടം, സ്നേഹം അവരുടെ മേൽ നിർബന്ധമായി എന്ന് പറയുന്നത്. നമ്മൾ പലരെയും പല പല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ സ്നേഹിക്കാറുണ്ട്, ഇഷ്ടപ്പെടാറുണ്ട് അല്ലേ. പക്ഷേ ദീനിൻ്റെ പേരിലുള്ള ആ ഒരു ഇഷ്ടം, സത്യത്തിൽ അത് നമുക്ക് ആ ഒരു ഇഷ്ടം അനുഭവിക്കുമ്പോഴാണ്, ആസ്വദിക്കുമ്പോഴാണ് അതിൻ്റെ വില അറിയാൻ പറ്റുന്നത്. ഒരു ഖുർആനിൻ്റെ പേരിൽ, ഖുർആൻ പഠിക്കുന്നതിൻ്റെ പേരിൽ, ഖുർആനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ പേരിൽ ബന്ധപ്പെടുന്ന, ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ, ആ ഒരു സ്നേഹം ശരിക്കും എന്താ പറയുക, രക്തബന്ധത്തെക്കാളും ഒരു വല്ലാത്തൊരു അടുപ്പവും സ്നേഹവും നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് അല്ലേ. അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും പരസ്പരം ദീനിൻ്റെ പേരിൽ സ്നേഹിക്കാനും സഹകരിക്കാനും ഒക്കെയുള്ള തൗഫീഖ് അല്ലാഹു നൽകട്ടെ. ആമീൻ. അതുപോലെ അതിലൂടെ റബ്ബിൻ്റെ ഇഷ്ടം നേടിയെടുക്കാൻ അല്ലേ. റബ്ബിൻ്റെ പേരിൽ, ദീനിൻ്റെ പേരിൽ സ്നേഹിക്കുന്നവർക്ക് ലഭിക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. നാളെ അർശിൻ്റെ തണലല്ലാതെ മറ്റൊരു തണലും ഇല്ലാത്ത ദിവസം അർശിൻ്റെ തണൽ ലഭിക്കുന്ന ഒരു വിഭാഗത്തിൽ കൂടി ഉൾപ്പെടാനുള്ള ഒരു അവസരമാണ് പരസ്പരം സ്നേഹിക്കുന്ന, ദീനിൻ്റെ പേരിൽ സ്നേഹിക്കുന്നവർക്ക് അല്ലാഹു തആല വെച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമ്മെല്ലാവരെയും അള്ളാഹു സ്നേഹിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ.